നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. 2023 പുതുവർഷത്തിൽ നമ്മളിലെല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2023 പുതുവർഷത്തിൽ 4 ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കന്നി രാശിയിൽ 30 നാഴികയും തുലാം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതിബോധവും സംസ്കാരശീലവും കൂടുതലായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇവർ എന്തു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിൽ 100% സത്യസന്ധതയും ആത്മാർത്ഥതയും കാണാറുണ്ട്. അതുകൊണ്ട് ഈ ചിത്തിര നക്ഷത്രക്കാർ സദാസമയവും വളരെ വേഗത്തിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണമെന്ന് ചിന്തിക്കുന്നവരും കൂടിയാണ്. അതുകൊണ്ട് ഇവരുടെ നിത്യജീവിതത്തിലും പ്രവൃത്തി രംഗങ്ങളിലും എതിർപ്പുകളെയും വിഷമാവസ്ഥകളെയും ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാലോ പെട്ടെന്ന് മനസ്സലിഞ്ഞ് എന്തു സഹായം വേണമെങ്കിലും അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുവാനും ഇവർ തയ്യാറാവും. വരും വരായികളെ നോക്കാതെ കൂടുതലായിട്ട് ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് മൂലം പല സന്ദർഭങ്ങളിലും മനോവിഷമതകളും ധനനഷ്ടങ്ങളും വരികയും കൂടാതെ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും മറ്റും ഇവർക്ക് വന്നു കാണാറുണ്ട്. സഞ്ചാരശീലം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരെ അന്യദേശവാസത്തിന് ആഗ്രഹമുള്ളവരായിട്ടും കാണാറുണ്ട്. കൂടാതെ ഇവരിൽ ഉത്സാഹശീലവും യാത്രകളോട് വളരെ അധികമായിട്ടുള്ള താല്പര്യമുള്ളവരായിട്ട് കാണാറുണ്ട്. ക്ഷമാശീലം കുറഞ്ഞവരാണ് എങ്കിലും പ്രവൃത്തികളിൽ വേഗത കാണിക്കുന്നവരുമായിട്ടാണ് കൂടുതലും ചിത്തിര നക്ഷത്രക്കാരെ കണ്ടുവരുന്നത്. കൂടാതെ ചിത്തിര നക്ഷത്രക്കാര് ആഡംബര വസ്തുക്കളിൽ താല്പര്യം കൂടുതലായിട്ടും പ്രകടിപ്പിക്കുന്നവരാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുവാനും തൻ്റേതായിട്ടുള്ള അധ്വാനത്താൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ജീവിത ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എന്ന് ചിന്തിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ച് ഇവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിവുള്ളവരാണ്. എന്നാലോ കൂടെ നിൽക്കുന്നവർക്കോ ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കോ ഇവരുടെ കയ്യിലുള്ളതായ സമ്പത്തായാലും ധനമായാലും ദാനം ചെയ്യുവാൻ ഒട്ടും മടിയില്ലാത്തവരാണ്. കൂടാതെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിലും മുൻപന്തിയിലാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ. കൂടാതെ മാതാവിനോടായാലും മാതൃബന്ധുക്കളോടായാലും എപ്പോഴും ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നവരും കൂടിയാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ. കന്നി രാശിയിൽ വരുന്നതായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരിൽ ഏപ്രിൽ മാസം വരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഹംസയോഗപ്രദനായിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസം 22-ാം തീയതി വരെ. ശനീശ്വരനാണെങ്കിൽ ജനുവരി മാസം 17-ാം തീയതി കുംഭം രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിത്തിര നക്ഷത്രം കന്നി രാശിയിലുള്ളവർക്ക് ഈശ്വരാനുഗ്രഹത്തോടെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം മനസ്സമാധാനവും ഉയർച്ചയും സന്തോഷവും ജീവിത വിജയം നേടുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വരെ. ദൈനംദിന ജീവിതത്തിൽ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ളതായ സ്നേഹവും അതുവഴി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾ എഴുതുവാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ വരുന്നതായ ഏപ്രിൽ മാസം വരെ ഗുണാനുഭവത്തെ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്.
ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടിയിരുന്നതായിട്ടുള്ള ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനും വീട് ഭംഗി കൂട്ടുവാനുമുള്ളതായ മനോധൈര്യവും ആത്മബലവും വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിനായിക്കൊണ്ട് വിദേശത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുവാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ വരുന്നതായ ഏപ്രിൽ മാസം വരെ ഗുണാനുഭവത്തെ കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വ്യാപാര വ്യവസായ രംഗത്ത് കുറേയധികം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരിൽ ഇതൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതായൊരു സംശയം ഉണ്ടാകുമെങ്കിലും ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ പ്രവർത്തന മണ്ഡലം പുരോഗമിച്ച് സന്തോഷം അനുഭവിക്കുവാൻ യോഗം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾക്ക് ശ്രമിച്ചാലോ അതിനുള്ളതായ സാധ്യത കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ നല്ല രീതിയിലുള്ളതായ പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും സാധ്യത കാണുകയും തൊഴിൽ രംഗം ലാഭകരമായിട്ടുള്ളതായ ശ്രേയസ്സിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ. കൂടാതെ വിവാഹ മംഗളാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളതായ അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് ഈ സമയത്ത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഏപ്രിൽ മാസം 22-ാം തീയതിക്ക് ശേഷം വ്യാഴം അഷ്ടമഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ടാണെങ്കിൽ നഷ്ടം വരാതെയും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിനു ശേഷം. ചിലവ് വർധന കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടൊരു സമയമാണ്. വിശേഷിച്ച് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായ വ്യായാമശീലവും ഈശ്വര പ്രാർത്ഥനയും വേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. യാത്രകളിലാണെങ്കിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ളതായ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും ഗ്രഹസംബന്ധമായിട്ടാണെങ്കിലും ഉള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ്. പുതിയതായിട്ട് ചെയ്യുന്നതായ കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽ രംഗങ്ങളിലാണെങ്കിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. വിവേകപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഏപ്രിൽ മാസത്തിന് ശേഷം. എന്നാലോ ഒക്ടോബർ മാസം 30-ാം തീയതി രാഹുകേതുക്കളുടെ പകർച്ച കുറച്ചൊക്കെ ആശ്വാസം തരുമെങ്കിലും ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. തുലാം രാശിയിൽ വരുന്നതായ ചിത്തിര നക്ഷത്രക്കാരിൽ ജനുവരി മാസം 17-ാം തീയതി ശനീശ്വരൻ 5-ാം ഭാവമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും. 5-ൽ ശനി നിൽക്കുന്നത് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏപ്രിൽ മാസം 22-ാം തീയതി വരെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം അനുകൂലമായിട്ടുള്ള ഗുണഫലം തരുന്നില്ല. അതുകൊണ്ട് തുലാം രാശിയിൽ വരുന്നതായ ചിത്തിര നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 22-ാം തീയതി വരെ ദൈനംദിന ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് സാഹസകർമ്മങ്ങളും പ്രവൃത്തികളും കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ല പോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. പ്രത്യേകിച്ച്
ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസം വരെ. എന്നാൽ ഏപ്രിൽ മാസത്തിന് ശേഷം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം തൻ്റെ ബന്ധുവായിട്ടുള്ള ചൊവ്വാക്ഷേത്രമായ 7ാം ഭാവമായിട്ടുള്ള മേടൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് തുലാം രാശിയിൽ വരുന്നതായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. ഈ സമയത്ത് മേടം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് ഗുരുചണ്ഡാല യോഗം ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി ദോഷഫലങ്ങളെ ലഘൂകരിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്ത് ശനീശ്വരൻ്റെ 5ാം ഭാവസ്ഥിതിയും അനുകൂലമായിട്ട് കാണുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഏപ്രിൽ മാസത്തിന് ശേഷം പ്രവർത്തന മണ്ഡലം പുരോഗമിക്കുവാനുള്ളതായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ വരുന്നതായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഗൃഹസംബന്ധമായിട്ടാണെങ്കിലോ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ പുണ്യതീർത്ഥയാത്രകൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രമോഷനും ഒക്കെ സാധ്യത കാണുന്ന അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഒക്ടോബർ മാസം 30-ാം തീയതി രാഹു കേതുക്കളുടെ പകർച്ച കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടിച്ചേരുമ്പോൾ ഈ 2023 വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗദീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.